ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ചെമ്മാട് ഹൈലൈറ്റ് മാളിലാണ്. മാളിന്റെ പണി തുടങ്ങിയ സമയത്തെ നമ്മൾ പറയുന്നു നമ്മളെ നാട്ടിലൊരു ഹൈലൈറ്റ് വന്നാൽ നമ്മൾ ഫുൾ ടൈം അവിടെ എക്കാറുണ്ട്. പക്ഷെ മാൾ ഓപ്പൺ ആക്കി ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഹൈലൈറ്റ് മാളിൽ പോണത്. നമ്മുടെ നാട്ടിലൊരു ഹൈലൈറ്റ് വന്നത് വലിയ കാര്യമാണെങ്കിലും ഈ പോയിന്റ് കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് കഷ്ടമാണ്. ആ ഡ്രസ്സിന് പോലും അറിയോളം എന്തായാലും അത് വാങ്ങാൻ പോണില്ലാന്ന്. എന്നാലും ഈ ഡ്രസ്സ് എല്ലാം കൂടി ഇങ്ങോട്ട് കാണുമ്പോൾ അവിടെ നിന്ന് ചെന്ന് കയറി വെക്കില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങേറാണ്. പിന്നെ നമ്മളെ മെയിൻ സ്പോട്ട് ഫുഡ് കോർട്ട്, അവിടെയുള്ള വാവ് മോമോയിൽ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ അവിടെ എത്തിയപ്പോൾ ഓഫർ ഇല്ല. അല്ലെങ്കിൽ അതെങ്ങനെ വരുള്ളൂ. ഓഫർ പ്രതീക്ഷിച്ച് പോയതാണെങ്കിൽ നമുക്ക് ഓർഡർ ആക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. മനസ്സറിയാണ്ട് ആഗ്രഹിച്ചു പോയില്ലേ മോമോസ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഓർഡർ ആക്കി നീണ്ട കാത്തിരിപ്പിലാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഫൈനലി നമ്മളെ മോമോസ് വന്നു. നല്ല അടിപൊളി മോമോസ് ആയിരുന്നു. അടുത്തത് എന്തെന്ന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. പാനിപ്പൂരി കഴിക്കാന്ന് വിചാരിച്ച ആലു ക്ലബ്ബ് ചെന്ന് സേവ് പൂരി ഓർഡർ ആക്കാൻ നിന്നപ്പോഴാണ് അവിടുത്തെ ചെക്കൻ പറയണത് ഇവിടെ കോംബോ ഓഫർ ഉണ്ട്, അത് വാങ്ങണതാണ് നല്ലതെന്ന്. പിന്നെ ഓഫർ എന്ന് കേൾക്കുമ്പോൾ നമ്മളത് ഇങ്ങനെ വാങ്ങാണ്ടിരിക്കുക. അതങ്ങോട്ട് ഓർഡർ ആക്കി. നടുവിൽ ആ തൈര് ഒഴിച്ച സാധനം ഒഴിക്കാൻ ബാക്കി 2 പീസ് ഓക്കെ ആയിരുന്നേ. നമ്മൾ പുറത്തുനിന്ന് ചില ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ മയോണീസ് ഉണ്ടാവലുണ്ട്. അതാന്ന് വിചാരിച്ചാണ്ട് ഓളൊന്ന് വായിലിട്ടതേ ഓക്ക് ഓർമ്മയുള്ളൂ. സ്വർഗം കണ്ടുപോയി. ഒരുമാതിരി പുളിച്ച തൈര്. ചിലപ്പോൾ അതിന്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ ആവും, നമുക്ക് ഇഷ്ടപ്പെടാത്തതാവും. പിന്നെ നമ്മൾ ഹൈലൈറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി. നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം. DC ബുക്സിന്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ആ വെള്ളത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വെവ്വേറെ കളറ്. ഇനി പുഴയും തോടും ചേർന്ന ഒരു സംഘമാണോ ഇത്? അവിടെ നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഈവനിങ് ആണ് നമ്മൾ പോയത്. അല്ലെങ്കിൽ ഈ മഴ പെയ്ത് തോർന്നതിന്റെ ശേഷമുള്ള കാറ്റ് കൊള്ളാൻ നല്ല രസമാണ്. അങ്ങനെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് നമ്മൾ ഈ യുവാക്കളെ കണ്ടുമുട്ടുന്നത്. ഇവളെ അളിയനും താത്തിയാണ് കേട്ടോ അത്. ഒരു നമുക്ക് കുറെ ഫുഡൊക്കെ മേടിച്ചെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, ആലിപ്പയം പോക്കുമ്പോ കാക്കക്ക് വായ്പുണ്ടെന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ അവസ്ഥ. ആ പുളിച്ച തൈരിന്റെ പാനിപ്പൂരി നമ്മുടെ നാവിന്റെ രുചി മുഴുവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. പക്ഷെ അതിലും നമ്മൾ തളർന്നില്ല കേട്ടോ. സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 പേർക്കും 2 വഴിക്ക് പോകാനുള്ള സമയമായി. ഞാൻ പോകുന്നു. ബൈ ബൈ.